എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? ചൂടുണ്ടോ? എന്നിട്ടും എല്ലാവരും ഇത്രയും ഒരു സ്പിരിറ്റോടു കൂടി ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഉള്ളു തൊട്ട ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് പറഞ്ഞത്. ഇക്കാലം അത്രയും ഉള്ളു തൊട്ട ദേശങ്ങളെക്കുറിച്ച് നമ്മളോട് നിരന്തരം വാചാലനായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടാണ് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷനുണ്ട് ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളത്. എങ്കിലും ചോദിക്കട്ടെ, പ്രത്യേകമായിട്ട് അങ്ങനെ ഉള്ളു തൊട്ട എൻ്റേത് അല്ലെങ്കിൽ എൻ്റേതായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഇടങ്ങളുണ്ടോ? ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോഴിക്കോടിന് എൻ്റെ സ്നേഹം. ഈയിടെ എറണാകുളത്ത് വെച്ച് മറ്റൊരു ഫെസ്റ്റിവലിൽ ഞാൻ കോഴിക്കോടിനെ കുറിച്ച് കുറച്ച് കൈന്നിട്ട് പൊഴുത്തുകയുണ്ടായി. ഇവിടെ ഓരോ വാക്കും പറയുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷം സ്ഫുരിക്കുന്ന മുഖവും കയ്യടികളും കൂടുതൽ കൂടുതൽ പറയാനും പറയണ്ടെന്ന് കരുതിയത് പോലും പറയാനും ഒരാളെ പ്രേരിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം എറണാകുളത്ത് നടന്ന ആ പരിപാടിയിൽ പിന്നെ വന്നവർക്കെല്ലാം നിരന്തരം കയ്യടിയായിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ കേരളത്തെ ആകെ പോസിറ്റീവായി മാറ്റുന്ന ഒരു ജനസമൂഹമാണ് എൻ്റെ മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ വലിയൊരു എനർജിയുണ്ട്, സന്തോഷമുണ്ട്. ഓരോ വർഷവും നടത്തുന്ന എൻ്റെ ഒരു തീർത്ഥാടനമാണ് കോഴിക്കോട്ടേക്ക് ഈ കടപ്പുറത്തേക്കുള്ള യാത്രകൾ. താങ്ക് യു. ഞാൻ ഉള്ളുതൊട്ട സഞ്ചാരം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളു തൊട്ടത് പറയാം. കാരണം ഞാനെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സഞ്ചാരത്തിൽ പറഞ്ഞത് പോരാതെ വരുമ്പോൾ സഞ്ചാരിയുടെ ഡയർക്കുറിപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയതെന്ത് പറയുമെന്നുള്ളതാണ്. ഓരോ യാത്രയിലെ അനുഭവങ്ങൾ, അതിൽ ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ, എന്നെ അതിശയിപ്പിച്ച മനുഷ്യർ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ജനങ്ങൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് മാത്രമേ ഇനിയും എനിക്ക് പറയാൻ കഴിയൂ. കാരണം ഒന്നും മറച്ചു വയ്ക്കാതെ തന്നെയാണ് ഞാൻ ഈ സഞ്ചാരി ഡയർക്കുറിപ്പിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ സന്തോഷിപ്പിച്ച സംഭവങ്ങളെക്കാൾ ഉള്ളിൽ തൊടുന്നത് പലപ്പോഴും വേദനിപ്പിച്ച സംഭവങ്ങളായിരിക്കും. വേദനിപ്പിച്ച ഒത്തിരി കഥകളുണ്ട്. അത് ഞാൻ വേദനിച്ചത് എനിക്കാരെങ്കിലും ഉപദ്രവം ചെയ്തതുകൊണ്ടോ, എനിക്കാരെങ്കിലും സഹായം ചെയ്യാത്തത് കൊണ്ടോ, എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടോ അല്ല. ചില മനുഷ്യരുടെ ജീവിതം അടുത്തു നിന്ന് കണ്ടപ്പോൾ നമ്മൾ വേണ്ടത്ര അവരോട് സഹാനുഭൂതി കാണിച്ചില്ല എന്നൊരു തോന്നൽ അവിടെ നിന്ന് മടക്കയാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതിലൊരു ആൾ ഇപ്പോഴും എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഈജിപ്തിൽ വെച്ചാണ്. ഈജിപ്തിൽ അസ്വാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അസ്വാനിലാണ് ഈജിപ്തിലെ ഏറ്റവും വലിയ ഡാം. അസ്വാൻ ഡാം സൃഷ്ടിക്കുന്ന വലിയൊരു ജലാശയമുണ്ട്. ആ ജലാശയം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ജലാശയമാണ്. അത് ഈജിപ്തിൽ നിന്ന് തുടങ്ങി സുഡാൻ്റെ ഭൂഭാഗം വരെ പരന്നു കിടക്കുന്ന വലിയൊരു ജലാശയം സൃഷ്ടിച്ചിരിക്കുകയാണ്. റഷ്യൻ സഹായത്തോടെ പണ്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരി പണിത ഒരു വലിയ ജലാശയമാണ്, വലിയ ഡാമാണ്. ഈ അസ്വാനിൽ നിന്ന് നൈൽ നദി ഒഴുകി വരികയാണ്. പിന്നെ ഇങ്ങനെ വടക്കോട്ട് ഒഴുകി മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ വന്ന് ചേരുകയാണ് നൈൽ നദി. ഈ നൈല് ഈ വരണ്ട മരുഭൂമിയുടെ നടുക്കൂടെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകുന്നു. അതിൻ്റെ രണ്ട് കരയിൽ ഒരു 3-4 കിലോമീറ്റർ മാത്രം പച്ചപ്പ്, പിന്നെ വീണ്ടും വരണ്ട ഭൂമി. ഇതിൻ്റെ തീരങ്ങളിലാണ് ഈജിപ്തിലെ എല്ലാ പട്ടണങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത്, പ്രധാന പട്ടണങ്ങളെല്ലാം. അവിടെയാണ് ജനവാസ ഇടങ്ങൾ. അങ്ങനെ ഒരു പ്രധാന ജനവാസ ഇടമാണ് അസ്വാൻ. ഞാൻ ചെല്ലുമ്പോൾ ഈജിപ്തിലെ ഭരണമാറ്റം ഉണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ ടൂറിസ്റ്റുകളിൽ ഒരാളായിട്ട് ഞാൻ പോയത്. എന്ന് വെച്ചാൽ ഭരണമാറ്റം ഉണ്ടാകുന്നു, കുറേ അട്ടിമറി ഉണ്ടാകുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു, കലാപങ്ങളുണ്ടാകുന്നു, അവരുടെ പല പൊതുസ്ഥാപനങ്ങളും കത്തിക്കുന്നു, ജനങ്ങൾ വലിയ അക്രമാസക്തരാകുന്നു. അത് കഴിഞ്ഞൊരു ഭരണം മാറുന്നു, പുതിയ ഭരണാധികാരി വരുന്നു. അപ്പോൾ ടൂറിസ്റ്റുകൾ ആരും വരാതായി. പിന്നീട് ആദ്യമായിട്ട് അവിടേക്ക് ചെല്ലുന്ന ഒരു വിദേശി എന്ന മട്ടിലാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്ന വിമാനത്തിൽ തന്നെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, അത് തന്നെ പലതും ഉദ്യോഗസ്ഥരൊക്കെയാണ്. അപ്പോൾ അവിടെ ചെന്നിറങ്ങി ഞാൻ ഒരു ഹോട്ടലിൽ കയറി ചെല്ലുന്നു. ഹോട്ടലിലെ ഞാൻ താമസിക്കുന്ന മുറിയിൽ മാസങ്ങളായിട്ട് ആരും താമസിച്ചിട്ടില്ല. AC ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. ആ AC ഇപ്പോൾ വർക്ക് ചെയ്യുകയുമില്ല.
അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു വൈകുന്നേരം ഞാൻ നടക്കാനിറങ്ങുമ്പോൾ, നൈലിൻ്റെ തീരത്തൂടെ നടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഈജിപ്ഷ്യൻ വേഷം ധരിച്ചയാൾ. അദ്ദേഹം എന്നോട് പറയുന്നു, ഈ നൈലിലൂടെ ഒരു പാവഞ്ചിയിൽ കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് സത്യത്തിൽ വഞ്ചി യാത്ര ഇത്തിരി ഭയമുള്ള ആളാണ്. നീന്തൽ അറിയില്ല, അതാരോടും പറയണ്ട, എനിക്ക് നീന്തൽ അറിയില്ല. ഈ യാത്ര മുഴുവൻ നടത്തിയെങ്കിലും, ഇത്രയും കടലിലൂടെയും ജലാശയങ്ങളിലൂടെയും സഞ്ചരിച്ചെങ്കിലും എനിക്കിപ്പോഴും നീന്തൽ അറിയില്ല. അതിൻ്റെ വലിയൊരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നൈൽ നദിയിൽ മുങ്ങി മരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് അത് തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ലേ പറയുന്നത്, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, എൻ്റെ കൂടെ വരൂ, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് താല്പര്യം, ഞാൻ നാളെയും കൂടി ഇവിടെ ഉണ്ട്, നാളെ വൈകിട്ട് വന്നിട്ട് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സുഹൃത്തെ, ഇവിടുത്തെ കാര്യമൊക്കെ അറിയാമല്ലോ, എനിക്ക് 6-7 മക്കളുണ്ട്. ഇവിടുന്ന് കുറച്ച് അകലെയാണ് എൻ്റെ ഗ്രാമം. എത്രയോ നാൾ കൂടിയാണ് ഞങ്ങളൊരു ടൂറിസ്റ്റിനെ കാണുന്നത്, ഒരു വിദേശിയെ കാണുന്നത്. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയൊന്നും കിട്ടിയെന്ന് വരില്ല, പക്ഷേ ഈ 7-8 മക്കളുള്ള എൻ്റെ വീട്ടിൽ അതൊരു വലിയ ആശ്വാസമാകും. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശരി, പോകാമെന്ന് പറഞ്ഞു. വള്ളത്തെ കയറി ഈ കാഴ്ചകളെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ഭയമുണ്ട്. ഈ ഭയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രമേ ഉള്ളൊരു ടൂറിസ്റ്റായിട്ട് ആ നാട്ടിൽ അധികം ആളുകളെ തെരുവിലൊന്നും കാണുന്നുമില്ല. അപ്പോൾ ഈ പട്ടിണിയിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്, കുറേ കാലമായിട്ട് ടൂറിസ്റ്റുകൾ വരാത്ത ഒരു പ്രദേശത്തെ ജനത്തിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ അന്ന് വില പിടിച്ച ക്യാമറയുണ്ട്. ഇപ്പം ഞാൻ കുറച്ചൊക്കെ മൊബൈലിലൊക്കെ എടുക്കും, എന്നാലും അന്ന് നല്ല വില പിടിച്ച ക്യാമറയുണ്ട്, അത്യാവശ്യം പല പൈസയുണ്ട്. അപ്പോൾ എനിക്ക് ഇയാളുടെ കൂടെ പോകുമ്പോൾ ഭയമായി തുടങ്ങി. ഇയാൾ ഈ വള്ളത്തിൽ എന്നെ കൊണ്ടുപോവുകയാണ്, നൈലിലൂടെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയമായി തുടങ്ങി. ഭയം എന്ന് പറഞ്ഞാൽ, ഇയാൾ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല ഞാൻ അവിടുന്ന് വള്ളത്തിൽ കയറിയത്. ഇയാൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? അപ്പോൾ എൻ്റെ പൈസ ഉണ്ടെന്നൊക്കെ അയാൾക്ക് അറിയാമല്ലോ, ക്യാമറയും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. പ്രന്തമല്ല, ശരിക്കും പറഞ്ഞാൽ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി എന്താ നാളത്തെ പരിപാടി? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ നൈലിലൂടെ അടുത്ത ചില പട്ടണങ്ങളിലേക്ക് യാത്ര ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അറേഞ്ച് ചെയ്യാം, നാളെ എപ്പോൾ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു, രാവിലെ ആയാലോ? അങ്ങനെ നമുക്ക് അടുത്ത ഗ്രാമങ്ങൾ കടന്ന് പല ഗ്രാമങ്ങളിലൂടെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എത്ര പൈസ വേണ്ടി വരും? അപ്പോൾ അയാളൊരു പൈസയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ പോകാം. ഇത് ഞാൻ പറയാൻ കാര്യം എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്, ശരിക്കും പറഞ്ഞ് പോകാനായിരുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഇയാളുടെ മുഖം തെളിഞ്ഞു. ഇയാൾ തുഴയുമ്പോഴൊക്കെ എന്തൊക്കെയോ സ്വപ്നം കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ആ വീട്ടിലെ സാഹചര്യങ്ങൾ മാറുന്നതായിരിക്കും ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടാവുക. സത്യത്തിൽ അന്ന് രാത്രി, അത് കഴിഞ്ഞിട്ട് എനിക്ക് പിറ്റേന്ന് പുലർച്ചെ എനിക്ക് അവിടെ നിന്ന് അടുത്ത നഗരത്തിലേക്ക് പോകാൻ ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ തിരിച്ചെത്തുവോളം ഒരു കൺഫ്യൂഷനിലായി. കാരണം ഇദ്ദേഹം എന്താണ് പ്രതികരിക്കുകയെന്ന് എനിക്കറിയില്ലല്ലോ. ഏതായാലും യാത്ര അവസാനിച്ചു, പറഞ്ഞ തുക കൊടുത്തു. പോരാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, നാളെ എപ്പോഴാണ് വരേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ. എന്നിട്ട് ഞാൻ പയ്യെ ഹോട്ടലിലേക്ക് കയറിപ്പോയി. അപ്പോൾ രാത്രിയായി. അപ്പോൾ ഇദ്ദേഹം ഈ ഹോട്ടലിൻ്റെ റിസപ്ഷൻ വരെ വന്നിരുന്നു. ഞാൻ അവസാനം രാത്രി ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനിലെ ഉദ്യോഗസ്ഥനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ? അപ്പോൾ അയാളുടെ പേര് പറഞ്ഞു. ഇയാളെ ആൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹത്തോട് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ നാളത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് അത് പോകാൻ പറ്റില്ല. അദ്ദേഹത്തെ നിങ്ങളൊന്ന് വിവരം അറിയിക്കണം ഇത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഫോണൊന്നുമില്ല, നാളെ വരുമ്പോൾ രാവിലെ വരുമ്പോഴേ ഇനി പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെയുള്ള രാത്രിയിലുള്ള രാത്രി എന്ന് തോന്നില്ല, ട്രെയിനിൽ ഞാൻ അവിടുന്ന് യാത്രയാണ്. ആ ട്രെയിൻ യാത്രയിലുടനീളം അതിഭീകരമായ ഒരു സംഘർഷത്തിലായിരുന്നു ഞാൻ. സംഘർഷത്തിൽ എന്ന് പറഞ്ഞാൽ, ട്രെയിനിൽ കയറി യാത്ര തുടരുമ്പോഴാണ് എനിക്ക് ചെയ്യാമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഓർത്തത്. ചില സമയത്ത് നമ്മൾ മഹാമണ്ടനായി പോവും, ചില പൊട്ടനായി പോവും, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായി പോവും. എനിക്ക് യാത്ര ചെയ്തില്ലെങ്കിലും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു, കുറച്ച് പൈസ ഒരു കവറിലിട്ട് ഇയാളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആ റിസപ്ഷനിൽ ഏൽപ്പിക്കാമായിരുന്നു. അത് കഴിഞ്ഞില്ല. ഇപ്പോഴും ആ ഈജിപ്തിലെ എപ്പിസോഡുകൾ കാണുമ്പോൾ
അത് ശരിക്കും ഉള്ളു തൊട്ടൊരു കഥയായിരുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലത് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ യാത്രയിലും ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ, അതും കൃത്യമായിട്ട് അത് ഡോക്യുമെൻ്ററി ആക്കി പോകണം എന്നുള്ളത് അതൊരു ജോലി, പ്രൊഫഷൻ്റെ ഭാഗം കൂടി ആകുന്നതുകൊണ്ട് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് യാത്രകൾ പ്ലാൻ ചെയ്ത് പോകുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ളു തൊടുന്ന അനുഭവങ്ങൾ അതിനുള്ളിലുണ്ട്. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് എങ്ങനെയാണൊന്ന് അൺവൈൻഡ് ചെയ്ത് ഒന്ന് ഫ്രീ ആയിരിക്കുന്നത്, ആ ഒരു പ്രോസസ്സ് എന്താണ്? സന്തോഷ് ജോർജ് കുളങ്ങര യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനെക്കുറിച്ചും എത്രത്തോളം സിസ്റ്റമാറ്റിക് ആണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ഒരു അൺവൈൻഡിങ് പ്രോസസ്സ് എങ്ങനെയാണ് താങ്കൾക്ക്? അൺവൈൻഡിങ് എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ യാത്രയും നമുക്കൊരു വലിയ എക്സൈറ്റിംഗ് ആയ കാര്യം തന്നെയാണല്ലോ. നമ്മൾ കൊതിച്ച് ആഗ്രഹിച്ച് ഒത്തിരി നാൾ കാത്തിരുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ഒരു സാധാരണ സഞ്ചാരി ആസ്വദിക്കുന്ന പോലെ ആസ്വദിക്കുന്നില്ലെങ്കിലും ഒരു യാത്രാവിവരണം സൃഷ്ടിക്കുന്ന, ദൃശ്യയാത്രാവിവരണം ഉണ്ടാക്കുന്ന ആൾ ആസ്വദിക്കേണ്ടത് എങ്ങനെയോ അങ്ങനെ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം അതിൽ ഓരോ അനുഭവവും ഷൂട്ട് ചെയ്ത് ക്യാമറയിൽ പതിഞ്ഞു റെക്കോർഡായി എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ അസുലഭമായൊരു മുഹൂർത്തം ഞാൻ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതുവരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ആംഗിളിൽ ഒരു അത്ഭുതത്തെ പകർത്തുമ്പോൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരും പോകാത്ത ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജീവിതത്തെ പകർത്തിയെടുക്കുമ്പോൾ, അവരുടെ വീടിനുള്ളിലേക്ക് അവർ നമ്മളെ സ്വീകരിക്കുമ്പോൾ, അവരുടെ അടുക്കളയിലെ ഭക്ഷണത്തിൻ്റെ ഒപ്പം നമ്മളെയും കൂടി ഇരുത്തുമ്പോൾ ഒക്കെ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ അൺവൈൻഡ് ചെയ്യുക എന്നതിനേക്കാൾ തിരിച്ചു വന്നു കഴിഞ്ഞ് ആ എനർജി, ആ ഊർജം അത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു കാര്യം. അത് തീർച്ചയായിട്ടും സാധ്യമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന വിഷ്വൽസ് ശരിക്കും അത് എനിക്ക് മാത്രമേ അറിയൂ. എന്താണ് ആ ഗ്രാമത്തിൽ ഞാൻ കണ്ടത്, ആ വിഷ്വൽ എന്താണ്, അത് ആരെക്കുറിച്ചാണ്, ആ മനുഷ്യൻ ആട് മേയ്ക്കുന്നയാളാണോ അതോ വള്ളം ഊന്നുന്നയാളാണോ, അയാളുടെ ജീവിതകഥ എന്ത്, ഇതൊന്നും വേറൊരാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ട് ചെയ്തത് മുഴുവൻ എഡിറ്റ് ചെയ്തൊരു കഥയാക്കണ എനിക്ക് മാത്രമേ പറ്റൂ. എൻ്റെ കൂടെ യാത്ര ചെയ്യാത്ത അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ആൾക്കും ആ വിഷ്വൽസ് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. എൻ്റെ റഷസ് കണ്ടിട്ട് എത്രയോ വർഷത്തെ എഡിറ്റിംഗ് അനുഭവമുള്ള, അല്ലെങ്കിൽ സഞ്ചാരത്തിൻ്റെ ആദ്യകാലം മുതൽ എൻ്റെ ഒപ്പമുള്ള രതീഷ് പോലുള്ള ആളുകൾക്ക് പോലും വിഷ്വൽ കണ്ടാൽ അതിൽ നിന്നൊരു കഥ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ രാത്രികളിൽ യാത്ര കഴിഞ്ഞ് വന്നാൽ പിന്നെയുള്ള കുറേ ദിവസങ്ങളിലെ ജോലി ആ കഥ ഓർത്തെടുത്ത്, അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് വെച്ച് അതിനെ എഡിറ്റ് ചെയ്തതിന് ശേഷം അവിടെ എന്ത് പറയണമെന്നുള്ള എൻ്റെ ശബ്ദത്തിലുള്ള ഒരു കഥ പറഞ്ഞിടലാണ്. ആ കഥയും വിഷ്വലും കണ്ടുകൊണ്ടാണ് പിന്നെ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഈ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലതും കാണുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ വള്ളത്തിൽ പോയ കഥ പറയുകയാണെങ്കിൽ, ആ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ വള്ളക്കാരനെയും അയാൾ തുഴയുന്നതുമാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേറെയും ചില ജീവിതങ്ങൾ നടക്കുന്നുണ്ടാവാം. അത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽ കാണുമ്പോഴാണ് ആ മനുഷ്യൻ്റെ മുഖത്തെ വികാരങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ക്ലോസപ്പിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ കാണുന്നത്. കൂടുതൽ അറിയുന്നത്, കൂടുതൽ പഠിക്കുന്നത് ഈ രണ്ടാം ഫേസിലാണ്. അത് യാത്ര ചെയ്ത് തിരിച്ചെത്തിക്കഴിഞ്ഞ് ഈ എഡിറ്റ് ചെയ്യുകയും ഈ സ്ക്രിപ്റ്റിന് വേണ്ടി ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ കടന്നുപോയ വിമാനത്തിലിരുന്ന് ഞാൻ ആകാശത്ത് നിന്ന് കാണുമ്പോൾ താഴെ കാണുന്ന ഒരു തടാകം പോലും ഞാൻ ഇന്ന തടാകമാണെന്ന് പറയാറുണ്ട്. അത് സാധ്യമാകുന്നത് ഈ വന്നിരുന്ന് വീണ്ടുമുള്ള പഠനത്തിലാണ്. അങ്ങ് പോകുമ്പം ഒരു തടാകമെന്നേ കാണുന്നുള്ളൂ. അതിൻ്റെ രഹസ്യം ഇതാണ്. നിങ്ങൾക്കറിയാം, ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു തടാകത്തിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് സമാനമായ ഷേപ്പ് ഗൂഗിൾ മാപ്പിൽ സമാനമായ ഷേപ്പുള്ളൊരു തടാകം ഞാൻ കണ്ടുപിടിച്ച് അത് ക്രോസ് വെരിഫൈ ചെയ്ത് ഇമേജ് അതിൻ്റെ മുകളിൽ കൃത്യമായി സൂട്ടാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അത് ഇന്ന തടാകമാണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലെ കടന്നു പോകുന്ന ഒരു തെരുവിലെ കെട്ടിടം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ 10 കെട്ടിടം മുമ്പുള്ള കെട്ടിടം ഗവൺമെൻറ്റിൻ്റെ ഇന്ന കെട്ടിടമാണെന്ന് അതേ ബോർഡ് ഉണ്ടാവാം വിഷ്വലിൽ. അത് കഴിഞ്ഞ് ഞാൻ വിഷ്വലിൽ എണ്ണും 14ാമത്തെ കെട്ടിടം ഇന്നതാണ്. അതെടുത്ത് ഗൂഗിൾ മാപ്പ് എടുക്കും. ഗൂഗിൾ മാപ്പിൽ ആ ഗവൺമെൻറ് കെട്ടിടം കഴിഞ്ഞ് 14ാമത്തെ കെട്ടിടം ഏതാണെന്ന് അതിൽ നോക്കും. അങ്ങനെയാണ് ആ കെട്ടിടം ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നല്ല പണിയുണ്ട് ഇത് കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ക്ഷമയോടെ ഈ പണി ചെയ്യൽ രസമുള്ളൊരു പരിപാടിയാണ്. ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോയി ഇപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ 18 വട്ടം നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, മടി കാരണം അല്ലേ. ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അപരിചിതമായ ഒരിടത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ബ്രെയിനിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ നമ്മൾ വേണ്ട, നാളെ ആവാം, പിന്നത്തേക്ക് വെക്കാം. ഇതിപ്പോൾ എപ്പോഴും പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇത്രയധികം ആകാംക്ഷയോടെ കംഫർട്ടായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അതെങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമല്ല. അത് നിരന്തരം എന്താണ് അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്? ഈ ഡ്രൈവ് ചെയ്യുന്നത് എന്താണെന്നും ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ആ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ജനങ്ങളാണ്. ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ ഉള്ള ഈ കയ്യടിയോ കണ്ണുനീരോ ഒക്കെ ചേർന്ന ഒരു വികാരമുണ്ടല്ലോ, അത് പിന്നെയും വലിയ അത്ഭുതങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നലുണ്ടാക്കും.
നമ്മൾ ഉള്ളു തൊട്ട ദേശങ്ങളെക്കുറിച്ച് സംസാരിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ അവിടെ ലോഞ്ച് ഇടുന്ന സമയത്ത് സംസാരിക്കേണ്ടേ, നമുക്ക് മറ്റ് പലതും കൂടെ സംസാരിക്കാനുള്ളൊരു വേദിയാണ്. ഇത്ര അധികം ആളുകളെ നമ്മൾ ഒരുമിച്ച് കാണുന്ന ഒരിടമായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടേ കുറച്ച് നാളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ സ്ഥലത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഇടങ്ങളുണ്ടോ? പല സ്ഥലങ്ങളും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പല സ്ഥലങ്ങളും തോന്നിയിട്ടുണ്ട്. പക്ഷേ സത്യം എന്താണെന്നറിയോ, ഞാൻ അതിൻ്റെ ഒരു ഉത്തരവും കണ്ടെത്തി. പിന്നീട് നമ്മൾ ഈ കുറച്ച് നാളുകൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുറച്ച് നാളുകൂടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നാടിനെ വെറുത്തു പോകും. വാസ്തവമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്കൊക്കെ മൂന്നാറിലേക്ക് ഒരു യാത്ര പോകാൻ ഇഷ്ടമാണ്. മൂന്നാറിലേക്ക് രാവിലെ പോകുന്നു, ആ ഇളം മഞ്ഞ്, തേയിലത്തോട്ടങ്ങൾ, ഗംഭീരമായ ആ കാഴ്ച, രാവിലെ ജനലിൻ്റെ കർട്ടൻ മാറ്റുമ്പോൾ കാണുന്ന ആ സുന്ദരമായ പ്രകൃതി, ഇതൊക്കെയാണ്. ഈ സുന്ദരമായ തേയിലത്തോട്ടം കണ്ടുകൊണ്ട് തന്നെ അവിടുത്തെ തേയിലത്തൊഴിലാളികൾ ഒരു ജനറേഷനുകളായിട്ട് അവിടെ കിടന്നുറങ്ങുന്നത്, ഉണരുന്നത്. അവരുടെ സ്വപ്നം എങ്ങനെയും ഒന്ന് എറണാകുളം നഗരത്തിലേക്ക് വന്നൊന്ന് ജീവിക്കണമെന്നാണ്. നമ്മളൊരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കുന്നതോടുകൂടി ഈ ചാമെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അവിടുത്തെ റിയാലിറ്റി, അവിടുത്തെ പ്രതിസന്ധികൾ, ജലക്ഷാമം മുതൽ നിരവധിയായ പ്രശ്നങ്ങൾ, വൈദ്യുതിയില്ലായ്മ, അല്ലെങ്കിൽ രാഷ്ട്രീയം, ജനങ്ങളുടെ സഹകരണമില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്തറിയുന്ന അടുത്ത ഒരാഴ്ച കൊണ്ടാണ്. അപ്പോൾ പയ്യെ തോന്നും ഭേദം നമ്മുടെ നാട് തന്നെയാണ്, തിരിച്ച് കേരളത്തിലേക്ക് വിട്ടേക്കാം എന്ന്. ഇവിടെ നമ്മൾ മടുക്കുന്നില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര സഞ്ചരിച്ചാലും എത്ര കണ്ടാലും മടുക്കാത്ത ഒരു രാജ്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അത് ഇന്ത്യ തന്നെയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു 3 വിദേശയാത്ര അല്ലെങ്കിൽ 4 വിദേശയാത്ര കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലേക്ക് ഞാൻ പോകും. കഴിഞ്ഞ വർഷം 2 തവണ ഞാൻ പോയത്, ഒന്ന് ബീഹാറിലേക്കാണ്, മറ്റൊന്ന് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാടൊക്കെ ഞാൻ സംശയിച്ചാൽ പോയെ. മലയാളിക്ക് ഇത്ര സുപരിചിതമായ ചെന്നൈ നഗരത്തിലെ അതിൻ്റെ പ്രാന്തപ്രദേശത്തൂടെ സഞ്ചരിച്ച ആര് കാണും? 12-13 ലക്ഷം ആളുകളാണ് ഓരോ എപ്പിസോഡും കാണുന്നത് യൂട്യൂബിൽ മാത്രം. സഫാരി 75 ലക്ഷം വീടുകളിൽ കേബിളിലൂടെ എത്തുന്നത് വേറെ. അപ്പോൾ മനുഷ്യർക്ക് ഇന്ത്യ എന്ന ഒരു അത്ഭുതം എത്ര കണ്ടാലും തീരാത്ത ഒരു അത്ഭുത പ്രദേശം തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ സാറ് ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി, ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ പ്രായം, ആ സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മളായിരിക്കുന്ന അവസ്ഥ ഒക്കെ വ്യത്യാസമാണല്ലോ. അപ്പോൾ അതേ കാഴ്ചകളിലൂടെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളതിനെ കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ പ്രായം മാറുന്നതിനനുസരിച്ച്, എക്സ്പീരിയൻസ് മാറുന്നതിനനുസരിച്ച് ഒരേ ഇടങ്ങളെ നമ്മൾ കാണുന്നത് വ്യത്യസ്തമാവുന്നുണ്ടോ? വ്യത്യസ്തമാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അത് വിരസമാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ ഞാൻ ആദ്യം ചെന്നിറങ്ങുമ്പം എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു നഗരമാണ് ന്യൂയോർക്ക്. അവിടുത്തെ ടൈംസ് സ്ക്വയർ ആവട്ടെ, അവിടുത്തെ ജീവിതമാവട്ടെ, അവിടുത്തെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളാവട്ടെ, ഇതൊക്കെ നമുക്കൊരു അത്ഭുതമായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടം കാണുന്നതിൻ്റെ അത്ഭുതമല്ല, തണുപ്പ്, അവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് പല സ്ട്രീറ്റുകളിൽ നിന്ന് കേൾക്കുന്ന ഈ സൈറനടിച്ച് പോകുന്ന പോലീസ് വണ്ടിയുടെ ശബ്ദം, കാപ്പിയുടെ മണം. സ്ട്രീറ്റുകളിലേക്കെല്ലാം നിരവധി കോഫി ഷോപ്പുകളുണ്ട്. അപ്പോൾ ഒരു കാപ്പിയുടെ മണമാണ് ഈ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ പരക്കുന്നത്. പിന്നെ അതിലൂടെ തിരക്കിട്ട് നടന്നു പോകുന്ന ആളുകൾ, ഒരു പ്രത്യേക രീതിയിൽ സ്പീഡിൽ പോകുന്ന ആളുകൾ, നമ്മൾ കേട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ പല സ്ഥാപനങ്ങളുടെയും ഹെഡ് ഓഫീസുകൾ, അതിൻ്റെയൊക്കെ ചുവട്ടിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അതൊക്കെ വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ 2-3 തവണ വീണ്ടും കഴിഞ്ഞ് ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഇത്രയും ബോറടിക്കുന്ന ഒരു നഗരം വേറെ ഇല്ലയെന്ന് തോന്നിപ്പോവുകയാണ് പലപ്പോഴും. അപ്പോൾ നമ്മളുടെ യാത്രകൾ കൂടുതൽ സമയം തവണ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് അതിനോടൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പുതിയ സ്ഥലങ്ങളിലേക്ക്, പുതിയതിലേക്ക് തന്നെ ഇനിയും പോകണമെന്ന് തോന്നുന്നത്. അമേരിക്കയിലേക്ക് പലതവണ പോകും, പക്ഷേ ഒരു നഗരത്തിലേക്ക് വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് വീണ്ടും വീണ്ടും പോകാൻ നമുക്ക് ഇഷ്ടമുണ്ടാവുന്നില്ല. നമ്മൾ ഇപ്പം ഈ പറഞ്ഞതിനകത്തുണ്ടായിരുന്നു നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴുള്ള നമ്മുടെ കാഴ്ചകൾ, അതുപോലെ തന്നെ നമ്മൾ അവിടെ അനുഭവിക്കുന്ന മണങ്ങൾ, ശബ്ദങ്ങൾ, ഇതൊക്കെ ഓരോ സ്ഥലത്തും ഭയങ്കര യുണീക്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു സെൻസസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നഗരത്തിനെയും അങ്ങനെ ഓർക്കുമ്പോൾ ഏത് സെൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്? അത് വിഷ്വലി തന്നെയാണോ, അതോ മണങ്ങൾ, ശബ്ദങ്ങൾ, അവിടുത്തെ ക്ലൈമറ്റ്, അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടോ സ്ഥലങ്ങളുമായിട്ട്? എൻ്റെ ആദ്യകാല യാത്രകളിൽ വിഷ്വൽസാണ് എന്നെ ഇവിടേക്കെല്ലാം ആകർഷിച്ച ഘടകം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളി സമൂഹം, ഞാൻ 97 യാത്രകൾ ആരംഭിക്കുമ്പോൾ അന്ന് നേപ്പാളിലെ നേപ്പാളി പഗോഡകളുണ്ടല്ലോ,
ആ വിഷ്വൽ പോലും ഞാൻ ആദ്യം ഇത് എഡിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന എറണാകുളത്തെ സ്റ്റുഡിയോയിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അന്ന് അവിടെ എഡിറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്ന സീരിയലുകളുടെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിരുന്ന് ഇത് കാണാൻ വേണ്ടി വരുമായിരുന്നു. ഈ പഗോഡ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പഗോഡ, ബുദ്ധസന്യാസിമാർ, അവരുടെ ജീവിതം, അവരുടെ കാഴ്ചകൾ, ഇതൊക്കെ അത്ഭുതമായിരുന്നു. പക്ഷേ ഇന്ന് ഒന്ന് നോക്കൂ, ഇതൊന്നും ആർക്കും ഒരു കൗതുകമുള്ളതല്ല. നമുക്കൊക്കെ സുപരിചിതമാണ്. നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ നമ്മൾ തന്നെയോ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷ്വൽസ് നിരന്തരം കാണാം. നമുക്ക് എവിടെയും ഏതിൻ്റെയും വിഷ്വൽ കിട്ടുന്ന യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉദയം ചെയ്തു. അപ്പോൾ ഇന്നിനി അതിൽ നിന്ന് മാറി വിഷ്വൽ അല്ല, ജീവിതങ്ങളും കഥകളുമാണ് ഇപ്പം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. എവിടെ ജീവിതമുണ്ട്, എവിടെ വ്യത്യസ്തമായ ജീവിതമുണ്ട്, വ്യത്യസ്തമായ കഥകളുണ്ട്, എവിടെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ജീവിത അനുഭവങ്ങളുണ്ട്, ഇത് തേടിയാണ്, അല്ലെങ്കിൽ അതാണ് ഇപ്പം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ചില മനുഷ്യർ ഇപ്പോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ട് പോവണ്ട എന്ന് തോന്നിക്കുന്ന ഇടങ്ങളുണ്ടോ? നമുക്ക് വളരെ പ്രിയപ്പെട്ട ചില മനുഷ്യരെ അവിടെ കണ്ടുമുട്ടിയത് കൊണ്ട് നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ചിലപ്പോൾ ഇപ്പോൾ ഇനി അവരവിടെ ഇല്ല, അല്ലെങ്കിൽ അവർ പോയി എന്നുള്ളത് കൊണ്ട് ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് തോന്നിയിട്ടുള്ള ഇടങ്ങളുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കൊരു സ്വഭാവമുണ്ട്, വളരെ വിചിത്രമായൊരു സ്വഭാവമാണത്. സഞ്ചാരത്തിൻ്റെ പഴയ എപ്പിസോഡുകളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നേരം കിട്ടുമ്പോൾ, അതും മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പോൾ സഞ്ചാരിയുടെ ഏറുകുറിപ്പ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കഥകൾ ആ പഴയത് ഓർത്തെടുക്കാൻ വേണ്ടി ഇതിരുന്ന് കാണുമ്പോൾ അതിലൂടെ നടന്നു പോകുന്നു. ഇപ്പം നമ്മൾ ഇപ്പോൾ പോളണ്ടിലെ വാഴ്സോ നഗരത്തിലെ ഒരു കാഴ്ചയായിരിക്കാം. അത് ഞാനൊരു 17-18 വർഷം മുമ്പ് പോയതാണ്. അപ്പോൾ പോകുമ്പോൾ ആ തെരുവിലൂടെ വടി കുത്തി നടന്നു പോയ ഒരു അപ്പൂപ്പൻ്റെ വിഷ്വൽ ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. നല്ല ഐശ്വര്യമുള്ള മുഖത്തോടെ നമ്മളെ ഹായ് എന്ന് പറഞ്ഞിട്ട് പോയ അപ്പൂപ്പൻ. ഞാൻ അപ്പോഴും ചിന്തിക്കും, ഈ അപ്പൂപ്പൻ ഇപ്പോൾ ഉണ്ടാവുമോ? ഈ അപ്പൂപ്പൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? അന്ന് തന്നെ ഒരു 85 വയസ്സുണ്ട്, ഇപ്പോൾ ഒരു 17 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ അപ്പൂപ്പൻ എങ്ങനെയായിരിക്കും മരിച്ചെങ്കിൽ മരിച്ചിട്ടുണ്ടാവുക? ഒരു വൃദ്ധസദനത്തിൽ കിടന്നായിരിക്കുമോ? ന്യൂമോണിയ വന്നിട്ടായിരിക്കുമോ? ഞാനിങ്ങനെ കഥകൾ മെനയിരുന്നിട്ട് ഈ അപ്പൂപ്പൻ മരിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ വിചിത്രമായ കഥ തന്നെ മെനയും. ഞാൻ കണ്ട് പിറ്റേ ദിവസം തന്നെ ഒരു ആക്സിഡൻറ്റും പുള്ളി മരിച്ചുപോയി എന്നൊക്കെ പറയാം. ഞാനിങ്ങനെ ഓവർ തിങ്കിങ് നമുക്ക് മാത്രമല്ല കേട്ടാ. അങ്ങനെ അതുപോലെ തന്നെ എയർപോർട്ടിലിരിക്കുമ്പം ഇതുപോലെ തന്നെ ഒരു സ്വഭാവമുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ കടന്നു പോകുന്ന ഓരോ ആളുകളെക്കുറിച്ച് ഞാനിങ്ങനെ സങ്കല്പങ്ങളുണ്ടാക്കും. ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു, അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് അയാൾ ഇങ്ങനെ ഒരു കാര്യത്തിന് പോവുകയാണ്, പക്ഷേ രാവിലെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയാണ് ഇറങ്ങിയത് എന്നൊക്കെ നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യും. അല്ലെങ്കിൽ അയാൾ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, അയാൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 3 മാസത്തേക്ക് നേപ്പാളിലെ ഒരു കുഗ്രാമത്തിൽ പോയി താമസിക്കാൻ വേണ്ടി, ജീവിതത്തെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്ന യാത്രയാണ് എന്നൊക്കെ ഞാൻ ആളുകളുടെ സ്വഭാവം, വേഷം, കയ്യിലുള്ള ബാഗ് ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കഥകൾ മെനയും. അവരോട് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. ഒരു സിനിമ ചെയ്തൂടെ? കുറേ സിനിമയ്ക്കുള്ള കഥകളുണ്ട്. ഞാൻ അവിടെ ലോഞ്ചിനെടുത്ത സമയത്തും വളരെ കൗതുകത്തോടെ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് ഇവിടെ വന്നിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേരുകളുണ്ടല്ലോ, ഇതെങ്ങനെ ഓർത്ത് വെക്കുന്നു എന്നുള്ളത്, അല്ലേ? ഇന്നലെ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേരെന്താണ് എന്നുള്ളത് എത്ര പേർക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റും? അപ്പോഴാണ് ഇതുപോലെ ഏതൊക്കെയോ രാജ്യത്തെ ഏതൊക്കെയോ സ്ഥലങ്ങളുടെ പേരുകൾ, ആളുകളുടെ പേരുകൾ, അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഇന്നിപ്പോൾ ഈ സംസാരിച്ചപ്പോൾ തന്നെ എത്രയോ സ്ഥലങ്ങളുടെ പേരുകൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഓർമ്മിക്കാനുള്ളൊരു സ്കിൽ അത് ഈ യാത്രയിലൂടെ കിട്ടിയതാണോ, അതോ പണ്ട് തൊട്ടേ വളരെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന, ഓർത്ത് വെക്കുന്ന അങ്ങനെയുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നോ? ഓർമ്മശക്തി 0 ഉള്ളൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോളൂ, ഞാനാണ്. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇപ്പോൾ ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്കറിയാം എസ്സേയ്സ് ഉണ്ട്, അനോട്ടേഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത്യാവശ്യം ഇംഗ്ലീഷ് തെറ്റുകൂടാതെ എഴുതാൻ വീട്ടിൽ നിന്ന്, എൻ്റെ പിതാവൊക്കെ ഒരു അധ്യാപകനായിരുന്നുകൊണ്ട് വീട്ടിലിരുന്ന് കർശനമായിട്ട് പഠിപ്പിച്ച് ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും തെറ്റില്ലാതെ എഴുതും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഒരു കാര്യം പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച് ഓർത്തിരുന്ന് പരീക്ഷ എഴുതാൻ എന്നെക്കൊണ്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഈ ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ചെയ്തിരുന്നതെന്നറിയോ? ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തെക്കുറിച്ചുള്ള ഒരു അനോട്ടേഷൻ ആണെങ്കിൽ സുന്ദരമായ ഭാഷയിൽ ഞാൻ എൻ്റെ ഭാവനയിൽ ഗംഭീരമായ ഒരു കഥ അങ്ങ് എഴുതി വെക്കും. വായിക്കുന്നയാളത് ഷേക്സ്പിയറിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്ക് മാർക്ക് തരും. നല്ല അത്യാവശ്യം ഭേദപ്പെട്ട ഇംഗ്ലീഷിൽ ഷേക്സ്പിയർ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല ലെവലിലുള്ള ഇമേജറികളൊക്കെ ചേർത്തിട്ട് സങ്കല്പത്തിൽ, ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നടന്നു പോകുന്നതിനെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്ന പറഞ്ഞ പോലെ ചില സാധനങ്ങളൊക്കെ ഞാൻ എഴുതി. അതൊക്കെ ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്.
അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ഒരാളാണ്. അല്ലാതെ ഈ സ്ഥലങ്ങളുടെ ഒന്നും പേരോ വ്യക്തികളുടെ പേരോ ഇപ്പോൾ ഉച്ചയ്ക്ക് പരിചയപ്പെട്ട പലരുടെയും പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങയുടെ പേരെന്താന്ന് പറഞ്ഞു? അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൂടെ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഒരു കാര്യം വേണമെന്ന് തോന്നുന്നിരിക്കട്ടെ, നിർബന്ധമായിട്ട് നമുക്ക് വേണമെന്നൊരാഗ്രഹം തോന്നി, ഇതല്ലാതെ നമുക്ക് മുമ്പോട്ടൊരു വഴിയില്ല എങ്കിൽ നിങ്ങളെടുക്കുന്ന സഞ്ചാരം, ആ സഞ്ചാരം കണ്ട് കേരളത്തിൽ യുവാക്കൾ ധാരാളം പേര് IAS അക്കാഡമികളിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പറയുന്ന ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ ചരിത്രത്തിൻ്റെയും ഓരോ വർഷത്തിൻ്റെയും കണക്കുകൾ കൃത്യമായി പറഞ്ഞേ പറ്റൂ. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം, എഴുതി വെക്കണം. ഇനി ചിലപ്പോൾ അത് വിട്ടുപോകുമ്പോൾ നമ്മളിരുന്ന് മെനക്കെടും. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുമ്പോൾ ബസ് ടിക്കറ്റ്, വിമാന ടിക്കറ്റ്, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ബില്ല് എന്ന് വേണ്ട ഒരു തുണ്ട് കടലാസ് പോലും ഷൂട്ട് എന്നാൽ ഈ പോകുന്ന രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒന്നും ഞാൻ കളയാറില്ല. ബ്രോഷറുകൾ എന്തൊക്കെ കിട്ടിയോ അതെല്ലാം വാരി ഒരു കൂട്ടിലിട്ടാണ് തിരിച്ചിവിടെ വരിക. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസുകാർ ഈ സീനിൽ നിന്ന് മുടിനാരിഴ വരെ പറക്കിക്കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഞാൻ പറക്കിക്കൊണ്ടുവരും. അത് ഒരു ശീലമാണ്. ഞാൻ എൻ്റെ ആദ്യ വിമാനയാത്ര മുതൽ ഇന്ന് വരെയുള്ള വിമാനയാത്രയുടെ സർവ്വ ബോർഡിംഗ് പാസും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സർവ്വ ബോർഡിംഗ് പാസും. യെസ്, അത് ഞാനിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ലാപ്ടോപ്പിൽ ഓരോ വിമാനയാത്രയും ഏത് എയർപോർട്ടിൽ നിന്ന് പോയി, എപ്പോൾ പോയി, ഏത് സീറ്റ് നമ്പറിലിരുന്നു, തിരിച്ചു വന്നത് ഏത്, എന്തിനു പോയി, ഇത്രയും കാര്യങ്ങൾ ആദ്യം മുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ശീലം ഉള്ളത് കൊണ്ട് കുറേ വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ ബില്ലൊക്കെ എടുത്ത് ഞാനങ്ങ് പരിശോധിക്കും. അപ്പോൾ കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആ ബില്ല് ഇതിനകത്തുണ്ടാവും ഇവൻ്റെ, അതുപോലെ പലതും. അപ്പോൾ ഈ കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ 3 കടയ്ക്ക് അപ്പുറത്തു നിന്നാണ് ഞാൻ ഒരാളെ അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ അതിനപ്പുറത്താണ് നമ്മൾ കണ്ട ഒരു മോണ്യുമെൻ്റ് എങ്കിൽ ഞാൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടുപിടിച്ചിട്ട് ഗൂഗിൾ മാപ്പിൽ തപ്പി ആ ലൊക്കേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൻ്റെ പുറകിലുള്ള ഈ മോണ്യുമെൻ്റ് അതിനകത്ത് കണ്ടുപിടിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് വിവരം കിട്ടും. ഒരു പോലീസ് ജോലിയാണ് ഞാൻ ഒരു പരിധിവരെ ഇവിടെ വന്നിരുന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്നറിയോ? എനിക്കറിയാം എൻ്റെ പ്രേക്ഷകനാരാന്ന്. ഞാൻ അവരെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. വിവരമുള്ള, എന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ അറിവുകൾ കൊണ്ട് ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാവേണ്ട വലിയൊരു തലമുറയെ ഫോം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതാണ് കാര്യം. ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടെല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഒട്ടും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? തീരെ പടിപിടിച്ച് ഏറ്റവും അലസമായി ചെയ്യുന്നെന്ന് പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ജീവിതത്തിൽ? ഭക്ഷണം കഴിക്കുന്നത് ഏതാണ്ട് അങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാമല്ലോ മൊബൈൽ നോക്കിക്കൊണ്ട്, അതെനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഓക്കെ, മൊബൈൽ നോക്കിക്കൊണ്ടൊക്കെ ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇത് ഈ എൻ്റെ ഭാര്യ ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന് ഇട്ടത് രണ്ടാമതും കൊണ്ടുവന്ന് സെർവ് ചെയ്തൊക്കെ അറിയാതെ 3ാമതും 4ാമതും ഒക്കെ എടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രായം മുമ്പോട്ട് പോകുന്നു, ഇതൊന്ന് നിയന്ത്രിക്കണം. അങ്ങനെ ഞാൻ രാത്രി വളരെ വൈകി, അതായത് പകൽ സമയത്തെ ഓഫീസ്, അത് കഴിഞ്ഞ് വൈകിട്ടൊരു വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ലഞ്ചും ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും കൂടെ കഴിക്കും. എന്നിട്ട് 6:30-7 മണിയാകുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരും. പിന്നെ രാത്രിയാണ് സഫാരിക്ക് വേണ്ടിയുള്ള സമയം. അതൊരു 2:30-3 മണി വരെ പോകും. അന്നേരത്തേക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങും. വീണ്ടും വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ വിളിച്ചേൽപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിച്ച് കഴിക്കും. ഇതായിരുന്നു രീതി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നമായി തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ലേറ്റ് നൈറ്റിൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. കൂടാതെ മധുരം, ഡയറക്റ്റ് ഷുഗർ വരുന്നതെല്ലാം നിർത്തി. ഇത് നിർത്തിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്നാലേ, കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം കണ്ട ഞാനല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ഒരു 4 കിലോ കുറഞ്ഞ ഞാനാണിപ്പോൾ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിയും. നമ്മൾ അറിയാതെ, ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന കാര്യം എനിക്ക് തോന്നുന്നത് മലയാളിയും ഇന്ത്യൻ ജനങ്ങളും ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യം ഭക്ഷണം കഴിക്കുന്നതാണ്. തീരെ ശ്രദ്ധ അതിനകത്തില്ല. നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. അത് നമുക്കറിയില്ലാത്തതാണ്. എന്ന് മാത്രമല്ല, ഞാനിനി ഞെട്ടിക്കുന്നൊരു സത്യം പറയാം. ഇവിടെ ഇരിക്കുന്നതിലെ ഒരു പകുതി ആളുകൾക്ക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കോ. ഗ്യാരൻറ്റിയാണ്. എനിക്കും ഉണ്ട്. ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതങ്ങ് പിടിക്കാമെന്ന് തീരുമാനിച്ചത് പുറകോട്ട്.
ഇത് കള്ളു കുടിച്ചിട്ട് വരുന്ന ഫാറ്റി ലിവർ അല്ല, ഇത് ഭക്ഷണം ക്രമമായിട്ട് കഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഫാറ്റി ലിവറാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം. ബാക്കി കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ ഡിസിപ്ലിൻഡാണ്. ഓക്കെ. ഈ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ കംഫർട്ട് എന്നുള്ളത്, അല്ലേ? ഈ കംഫർട്ടിന്റെ ഡെഫിനിഷൻ ഈ കാലങ്ങൾ കൊണ്ട് ഒരുപാട് മാറി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കംഫർട്ട് എന്ന് പറയുന്നത് നല്ല കുഷനുള്ള കസേരയിൽ ഇരിക്കുന്നതോ നീണ്ടു നിവർന്ന് കിടക്കാൻ കഴിയുന്നതോ അല്ല, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിൽ ഇരിക്കുന്നതാണ് കംഫർട്ട്. നമ്മളെ അറിയുന്ന ആളുകൾക്കൊപ്പം ഇരിക്കുന്നതാണ് കംഫർട്ട്. അപ്പം ഞാനിപ്പോൾ കംഫർട്ട് അനുഭവിക്കുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് സ്കിപ്പായി പോയൊരു കാര്യമുണ്ട്. ഹോം പോലെ തോന്നിപ്പിച്ചിട്ടുള്ള ഇടങ്ങളുണ്ടോ? വീട് പോലെ തോന്നിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും കണക്റ്റ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ദേശം, ഒരു സ്ഥലം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യ കാലങ്ങളിൽ ഇപ്പം നമ്മൾ വളരെ ചെറുപ്പത്തിലാണ് യാത്രകൾ തുടങ്ങുന്നത്. ഒരു 10-24 വയസ്സിൽ ലോകയാത്ര തുടങ്ങി. അതിപ്പോൾ എനിക്ക് ചിന്തിക്കുമ്പം എനിക്ക് തന്നെ അവിശ്വസനീയമായി തോന്നുന്നുണ്ട്, അന്നാ കാണിച്ച സാഹസം ഇച്ചിരി കൂടിപ്പോയില്ലേ എന്ന്. പക്ഷേ അന്ന് യാത്ര ചെയ്യുമ്പോൾ അക്കാലത്തെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ആ കണ്ട നാടുകളെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു. അതെല്ലാം അവിടെയൊക്കെ സ്ഥിരതാമസമാക്കണമെന്നൊക്കെ, പറ്റിയെങ്കിൽ അവിടെയൊക്കെ സ്ഥിരമായി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച നാടുകളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. പല കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ തിരിച്ചറിയുന്ന, നമ്മളുടെ വ്യക്തിത്വത്തിനും അസ്തിത്വത്തിനും വില തരുന്ന ഒരു സമൂഹത്തിലല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നമ്മളിവിടുന്ന് 10,000-കണക്കിന് ആളുകൾ അന്യനാടുകളിലേക്ക് തൊഴിൽ തേടി പോകുന്നുണ്ട്. ചിലർ ചെറിയ കാലഘട്ടത്തിലേക്ക് പോയി സമ്പാദിച്ച് തിരിച്ചു വരുന്നവരുണ്ട്. മറ്റു ചിലർ അന്യനാടുകളിലേക്ക് സ്ഥിരതാമസമാക്കി പോകുന്നവരുണ്ട്. അവിടെ ചെല്ലുന്ന ആ സ്ഥിരതാമസമാക്കിയ ആളുകളുമായിട്ട് ഞാൻ അടുത്ത് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയാറുള്ളൊരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ശരിയാണ്, നല്ല ശമ്പളമുണ്ട്, സൗകര്യമുണ്ട്, പക്ഷേ നമ്മളിവിടുത്തെ ഒരു രണ്ടാന്തരം പൗരനായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നതെന്ന്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു രണ്ടാന്തരം പൗരനായിട്ട്, രണ്ടാന്തരം വ്യക്തിയായിട്ട് പരിഗണിക്കപ്പെടുന്നതൊന്നും നമുക്ക് ഹൃദ്യമായ സ്ഥലമല്ല. അവിടെ ഒന്നും നമ്മൾ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് അവിടുന്ന് വലിയ ലോൺ എടുത്ത് വീട് പണിതാൽ നമുക്ക് പിറ്റേ ദിവസം തിരിച്ചു പോരാൻ പറ്റില്ല. മക്കൾ അവിടെ ജനിച്ചു വളർന്ന് അവരുടെ സുഹൃത്തുക്കളും അവരുടെ വിദ്യാലയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളവിടെ നിൽക്കേണ്ടി വരും. ഭാര്യയ്ക്ക് നല്ലൊരു ജോലി അവിടെയായി, അത് വലിയ കനത്ത ശമ്പളമാണ്, അതാണ് ആ കുടുംബത്തെ താങ്ങി നിർത്തുന്നതെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ എനിക്കറിയാം, ഞാൻ 10,000-കണക്കിന് മലയാളികളെ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ സംഘർഷം അനുഭവിക്കുന്നവരാണ് ഈ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയ വലിയൊരു ശതമാനം ആളുകൾ. എന്നാൽ നല്ല നിലയിൽ നല്ല കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന 10-20% ആളുകളുമുണ്ട്. പക്ഷേ 80% പേരും അവിടെ സ്ഥിരതാമസമാക്കുമ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന പല സുഖങ്ങളും സൗകര്യങ്ങളും ആഹ്ലാദങ്ങളും അനുഭവിക്കുന്നില്ലാന്നുള്ളത് വാസ്തവമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരുപാട് രാജ്യം കണ്ടിട്ടുണ്ട്. ഇതിൽ ഏത് രാജ്യമായിരിക്കും താങ്കളെ ഏറ്റവും റിയൽ ആൻഡ് റോ ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഏത് സ്ഥലത്താണ് ഏറ്റവും ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നത്? അത് ഇവിടെയാണോ, അത് വേറെ ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ ഒരു വല്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ₹1 പോലും പോക്കറ്റിലില്ലാതെ ഇറങ്ങിയാൽ എനിക്ക് ആഗ്രഹിക്കുന്ന അടുത്ത സ്ഥലത്തെത്താൻ പറ്റും, ജീവിക്കാൻ പറ്റും, എന്തെങ്കിലും വഴി കാണും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു നാടേ ഉള്ളൂ ലോകത്ത്. അത് ഇവിടെയൊക്കെ തന്നെയാണ്. ലോകം കണ്ട സഞ്ചാരി വീണ്ടും വീണ്ടും പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഇടത്തെക്കുറിച്ചാകുമ്പോൾ അല്ലേ, അതുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ വേറെ ഒരുപാട് രാജ്യം കാണുന്ന ആഗ്രഹിക്കുന്ന. അതിനിടയ്ക്ക് ഒരു കാര്യമുണ്ട്, ഈ പുകഴ്ത്തുന്ന ഈ നാടിന് ഏറ്റവും അധികം കുറ്റം പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെയാണെന്ന് ഓർക്കണം. അത് മാതാപിതാക്കൾക്കറിയാം. മക്കൾ എത്ര മിടുക്കരാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പം ഇവനൊന്നും പഠിത്തം ശരിയാകുന്നില്ല എന്ന് പറയുന്ന ശീലമുള്ളവരാണ് നമ്മൾ. ഞാനും അത് കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് ഇതൊന്നും അല്ല അർഹിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ നാടിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ വെറുക്കുന്നതുകൊണ്ടോ ഒന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. എത്രയൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ നാട് കഴിഞ്ഞ് എൻ്റെ അനുഭവത്തിൽ മറ്റൊരു ലോകം ഉള്ളൂ. അത് സത്യമാണ്. ബ്യൂട്ടിഫുൾ. ഇത് സുനിത വില്യംസ് വന്ന് നിന്ന വേദിയാണ്, ഇനിയും വരാനിരിക്കുന്ന വേദിയാണ്.
അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ലോകം കണ്ട സമയത്ത് അല്ലെങ്കിൽ ഭൂമിയെ കണ്ട സമയത്ത് പേഴ്സ്പെക്റ്റീവിനുണ്ടായ ചേഞ്ചസിനെ കുറിച്ച് അവർ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്ന അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് സാറാണെങ്കിലും ഇതുപോലെ ലോകം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് അത് അനുഭവിച്ച് തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ചിനെ കുറിച്ച് എന്താണ് ഏറ്റവും ലളിതമായിട്ട് ഇവരോട് പറയാനുള്ളത് എന്നുള്ള ഒരു ചോദ്യത്തിൽ, ആൻഡ് ഓൾസോ എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്, അതിർത്തികളില്ലാത്ത ഒരു സമയമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് കൂടി അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അതിർത്തികളില്ലാത്തൊരു കാലം വരും എന്നൊരു തോന്നലുണ്ടോ രാജ്യങ്ങൾ തമ്മിൽ? ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സഞ്ചാരിയുടെ എയർ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ലോകം, ഈ ഭൂമി നാളെ അല്ലെങ്കിൽ നാളെ എന്ന് ഞാൻ പറയുന്നത് ഒരു 10-100 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ നാൾ കഴിഞ്ഞിട്ട് പാകിസ്ഥാനും ഇന്ത്യയും കൂടെയുള്ള ഒരു ശത്രുതയ്ക്ക് ഒരു പ്രസക്തി ഇല്ലാത്തൊരു കാലം വരും. ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പേരുകൾ പോലും അപ്രസക്തമാകുന്ന ഒരു കാര്യം വരും. നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഭൂമിയും മറ്റൊരു സൂര്യൻ്റെ മറ്റൊരു ഗ്രഹവും തമ്മിലായിരിക്കുന്ന ഒരു കാലം വരും. അപ്പോൾ ഈ ഭൂമിയിലുള്ളവരെല്ലാവരും കൂടെ അവൻ്റെ ബുദ്ധിയും ശക്തിയും ടെക്നോളജിയും എല്ലാം ഉപയോഗിച്ച് അവരെ നേരിടേണ്ട ഒരു കാലം വരും. നമ്മൾ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ തൊട്ട അയൽവക്കത്തെ വീട്ടുകാരനുമായിട്ട് ചൊറിയാൻ പോകുന്നത്. ഈ പ്രപഞ്ചം നിങ്ങൾ നോക്കൂ, രാത്രി തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കി നിങ്ങളൊന്ന് കിടന്ന് കുറച്ച് നേരം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കാണുന്ന നിങ്ങൾക്ക് ഒരു ജന്മം കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത, എത്രയോ ജന്മം കൊണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത ഈ നക്ഷത്രങ്ങളെല്ലാം ഓരോ സൂര്യന്മാരാണ്. ഈ ഓരോ സൂര്യന്മാർക്കും ഭൂമിയേക്കാൾ ഗംഭീരമായ, ചിലതിന് 100 കണക്കിന് ഗ്രഹങ്ങളോ ഉപഗ്രഹങ്ങളോ ഒക്കെ ആയിട്ട് അതിന് ചുറ്റും കറങ്ങുന്നതൊക്കെ ഉണ്ട്. ഇതുപോലുള്ള സൗരയൂഥങ്ങൾ നിരവധിയുണ്ട്. ഇത്ര കോടാനുകോടി മനുഷ്യന് ഇത്രയും വർഷത്തെ സാങ്കേതിക വിദ്യ കൊണ്ടും എത്തിപ്പെടാനോ അന്വേഷിച്ച് കണ്ടെത്താനോ കഴിയാത്ത അത്ര വിപുലമായ ഒരു വലിയൊരു താരാപഥം. അവിടെ ഈ ഭൂമി അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തിനേറെ ചന്ദ്രനിൽ നിന്ന് പോലും നോക്കുമ്പോഴും ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാധനത്തിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ കിടന്ന് അടിക്കുന്നത്. ട്രംപ് ഈ മസിൽ പിടിക്കുന്നത് മുഴുവൻ ഇവിടെ കിടന്നിട്ടാണ്. ഇയാളോട് ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, ആ നാസയിലെ ശാസ്ത്രജ്ഞന്മാരെങ്കിലും, സാറേ നിങ്ങൾ ഈ പോയി ഐസ്ലാൻഡ് അല്ലെ ഗ്രീൻലാൻഡ് പിടിക്കാനല്ല പോകണ്ടേ, പറ്റുമെങ്കിൽ ചൊവ്വ പിടിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സാധനം ഇങ്ങ് എടുത്തുകൊണ്ട് പോവാ വലിയ ആളാകാതെ എന്ന് പറയാൻ ഒരു ശാസ്ത്രജ്ഞനും പറ്റുന്നില്ലേ? ഏതായാലും അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളുടെ ഈ ഭൂമിക്ക് അതീതമായ ഭൗമേതരമായ ഒത്തിരി വളർച്ചയുള്ള ജനസമൂഹങ്ങൾ, നമ്മുടെ പോലത്തെ മനുഷ്യരാവണമെന്നില്ല, മറ്റു തരം ടെക്നോളജി വളർന്ന എന്തെല്ലാം അത്ഭുതങ്ങൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു 10,000-3000 കൊല്ലം മുമ്പത്തെ മനുഷ്യർക്ക് നമ്മൾ ഇന്നീ പറയുന്ന പല ഗ്രഹങ്ങളെക്കുറിച്ചോ ഉപഗ്രഹങ്ങളെക്കുറിച്ചോ സൂര്യൻ എന്ന് പറയുന്ന പ്രതിഭാസം ശാസ്ത്രീയമായിട്ട് എന്താണെന്നോ അത് എങ്ങനെയാണ് ഇത് കത്തുന്നതെന്നോ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നോ ഒന്നുപോലും അറിയില്ലായിരുന്നു ഓർക്കണം. അവിടുന്ന് 10,000-3000 കൊല്ലം കൊണ്ട് നമ്മൾ ഇത്രയും അറിവുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 3000 കൊല്ലം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം അന്നത്തെ മനുഷ്യൻ തിരിച്ചറിയാനിരിക്കുന്നു എന്നൂടെ നമ്മൾ കാണണം. ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി, വലിപ്പം, മനുഷ്യൻ്റെ ചരിത്രം, മനുഷ്യനെ 100-200 കൊല്ലം മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കുട്ടികളോടല്ല പറയുന്നത്, മുതിർന്നവരൊന്ന് ചിന്തിച്ച് ചോദിക്കുക. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ അവരുടെ യൗവനകാലത്ത് അവർ പലതിനെക്കുറിച്ചും വിശ്വാസങ്ങളാവട്ടെ, തൊട്ടടുത്ത കാവിലെ ഒരു ഉത്സവത്തിൽ അവിടെയുള്ള ഒരു ഐതിഹ്യമാവട്ടെ, അതിനെക്കുറിച്ച് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്ന ചില നാട്ടുവിശ്വാസങ്ങൾ, ആചാരങ്ങളൊന്ന് ചിന്തിച്ച് ചോദിക്കുക. ഇന്ന് അത് മുഴുവൻ അതുപടി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാലം മാറുമ്പോൾ നമ്മളുടെ ചിന്തകൾ, വീക്ഷണങ്ങളൊക്കെ മാറി വരികയല്ലേ. അങ്ങനെയാണെങ്കിൽ 2 തലമുറ മുമ്പുള്ള ആൾ പറയുന്നത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ 200 തലമുറ മുമ്പ് പറഞ്ഞ സാധനം ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്നു എന്നാലോചിച്ച് ചോദിക്കേ. ഇത് മാറുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മതവിശ്വാസം നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല ചിന്ത തരുന്നുണ്ടെങ്കിൽ അതിനൊന്നുമല്ല എതിര് ഞാനീ പറയുന്നത്. മാനവരാശിക്കെതിരായി നിൽക്കുന്ന എന്ത് കാര്യവും, ഇതിനപ്പുറം പ്രപഞ്ചത്തിലൊന്നുമില്ലെന്നുള്ള ചിന്ത, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് ഈ ചെറിയൊരു ഉണ്ടയ്ക്കകത്ത് നിൽക്കുന്നതാണെന്നുള്ള മണ്ടൻ ചിന്ത മാറ്റി അത്ഭുതകരമായൊരു ഒരു പ്രപഞ്ചം ഉണ്ടെന്നു, ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ കറക്കുന്നത് നമ്മൾ പറയുന്നത് ഒരു മനുഷ്യനിട്ട് വട്ട് കളിക്കുന്ന പോലെ കറക്കുന്നതല്ല. ഇവിടുത്തെ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇവിടുത്തെ കാന്തികമായ വലിയ ശക്തിയുണ്ട്. ഈ ഓരോ ഗ്രഹങ്ങളെയും അകറ്റി നിർത്തുന്നതോ അടുപ്പിച്ചു നിർത്തുന്നതോ ആയ ശക്തി,
കാറ്റ്, വെളിച്ചം, പിന്നെ സൂര്യൻ്റെ പ്രകാശം പോലെയുള്ള, ചന്ദ്രനിൽ നിന്ന്, നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം, ഇങ്ങനെ നമ്മൾ ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാത്ത, എന്നാൽ നാളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഉറപ്പുള്ള ശാസ്ത്ര വിസ്മയങ്ങളായിരിക്കണം നമ്മളെ ഇനി മുമ്പോട്ട് നയിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്നുവരെ ജീവിക്കുന്നത്. നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്, ഈ മൈക്കിലൂടെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്, എയർ കണ്ടീഷണർ എന്ന് പറയുന്ന പ്രതിഭാസം മുതൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇപ്പോൾ ഇതിരുന്ന് ലൈവ് സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏതോ ഗ്രാമത്തിലെ വീട്ടിലിരിക്കുന്ന ആൾ തത്സമയം ഇത് കാണുന്ന ടെക്നോളജി വരെ മനുഷ്യൻ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ വളർത്തിയെടുത്തതാണ് നമ്മൾ ഓർക്കണം. അതിനെ മുഴുവൻ ആസ്വദിച്ചുകൊണ്ട്, അതിനെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട്, അതിൻ്റെ സർവ്വഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും എവിടെയാണ് നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അത് മാറുക തന്നെ വേണം പുതിയ തലമുറ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതുകൊണ്ട് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര നമുക്ക് ഇത്ര പ്രിയപ്പെട്ട മനുഷ്യനാവുന്നതും. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ഭാഗ്യേഷാണ്, അഡ്വക്കേറ്റാണ്. ഞാൻ ചോദിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യം, കുറേ കാലം കണ്ട് ഞങ്ങൾ ഓഫീസൊക്കെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഏലിയൻസ് നമ്മളെ ഭൂമിയിലേക്ക് വരികയും അവിടെ നമ്മളെ കൂടെ തന്നെ ജീവിക്കുകയും നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടൊക്കെ ഒരു ശ്രുതി ഇങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. അതിൽ അത്ര യാഥാർത്ഥ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരം ഒരു കാര്യം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ടോ? ഏലിയൻസ് ഇങ്ങോട്ടേക്ക് ടൂർ പോകുന്നത്, അത് നമ്മളെ പല ഗ്രഹങ്ങളിലേക്ക് ടൂർ പോകുന്നു. ഞാൻ ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ ക്യാമറയിൽ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏലിയൻസ് വരുമെന്ന് പറഞ്ഞാലും വരിയേലെന്ന് പറഞ്ഞാലും നാളെ ബഹിരാകാശത്തെത്തും. ഇന്ന് ഈ നിമിഷം മുതൽ ഒരു 2 രാത്രി അങ്ങിരുന്നങ്ങ് ആലോചിക്കേ. സാർ, എൻ്റെ പേര് നിതിൻനാഥ് എന്നാണ്. ഞാൻ പഠിച്ചത് കേരളത്തിന് പുറത്താണ്. ഞാൻ ജോലി ചെയ്ത് കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങിയത് കേരളത്തിന് പുറത്താണ്. പക്ഷേ എനിക്ക് കേരളത്തിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവിടെ ഒരു സംരംഭം പോലും തുടങ്ങാൻ സാധിക്കാത്തത് നമ്മളുടെ മലയാളികളുടെ ഏതോ ഒരു പ്രോബ്ലം കാരണമാണ്. അതെന്താണെന്ന് സാറിന് എപ്പോഴെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ പ്രശ്നം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു പുസ്തകം ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായിരിക്കും കേരളത്തിലെ ബെസ്റ്റ് സെല്ലർ. അതോടെ ഈ കാണുന്ന ഞാനാവില്ല, ഒരു കോടീശ്വരനായി എന്നെ ആയിരിക്കും പിന്നെ നിങ്ങൾ കാണുക. കാരണം എല്ലാ മലയാളിയും അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ആ ഉത്തരം ഇവിടെ ഇരുന്ന് വെറുതെ അങ്ങ് പറഞ്ഞ് അതിൻ്റെ വില കളയണ്ട, നമുക്കൊന്ന് ആലോചിക്കാം. ഞാൻ ഒരു +1 വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാപ്പാക്കുക. നമ്മളൊക്കെ ഞാനൊക്കെ പണ്ടോട്ടെ പഠിച്ചു വന്നൊരു ഇന്ത്യ ഉണ്ട്. നമ്മുടെ നല്ല സുന്ദരമായ, എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു റിയാലിറ്റി ചെക്ക് വന്നത്, നമ്മുടെ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെ സിവിക് സെൻസ് ഇല്ലായ്മ. നമ്മളെ നാട്ടിൽ നിന്ന് അതാണ് ഈ കുഴപ്പമില്ല. നമ്മൾ പുറത്ത് പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഓരോ വെറ്റില ചവച്ച് തുപ്പുക, റോഡിൻ്റെ സൈഡിൽ ഓരോന്ന് ചെയ്യുക, അങ്ങനത്തെ നമ്മളെ മോശമായ മോറൽസ് നമ്മൾ അവിടെ പോയിട്ടും കാണിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പേര് ഒരു ദോഷം വരികയാണ്. അപ്പോൾ ഫോറിനേഴ്സിനോട്, ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ട കാര്യം എന്താ വെച്ചാൽ, ഫോറിനേഴ്സിനോട് ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ്റെ നല്ല കാര്യങ്ങളൊന്നുമല്ല ആകെ പറയുന്നത്, അവർക്ക് സിവിക് സെൻസ് ഇല്ലാത്ത, ഒരു മോറൽസും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവർ ഇന്ത്യനെ, നമുക്കറിയാം ഇന്ത്യ എത്രത്തോളം വലിയൊരു ലോകമാണെന്ന്. താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ എത്രത്തോളം വലിയൊരു ലോകമാണെന്ന് എനിക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, എന്നാണ് നമുക്ക് ഒരു ഫോറിൻ ലേഡി ഇന്ത്യയിൽ വന്നാൽ ആ ലേഡിയെ ഒരു എന്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഏലിയനെ പോലെ തുറച്ച് നോക്കാതെ നിൽക്കുക? എന്നാണ് ആ ലേഡിയുടെ അടുത്ത് പോയിട്ട് ഇതിനിത്ര വില വരും, അതിനെത്ര വില വരും എന്ന് അത്രയും ധൈര്യത്തോടെ വിളിച്ച് പറയാനുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ എന്നാണ് മാറുക? അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റ് വലിച്ചെറിയുന്ന ആൾക്കാരോട് നമ്മൾ എറിയരുതെന്ന് പറയുമ്പോൾ, നിന്റെ അച്ഛൻ്റെ വകയൊന്നുമല്ലല്ലോ റോഡ് എന്ന ചോദ്യം പോലും ചോദിക്കാനുള്ള ധൈര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ എന്നാണ് മാറുക എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഉത്തരമാണ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം. പക്ഷേ അത് എന്ന് നടക്കും? സ്കൂളിൽ നിന്ന് എന്ന് സ്റ്റാർട്ട് ചെയ്യും? അതിനാര് തുടക്കമിടും? ആദ്യം അദ്ദേഹം ചോദിച്ചത് ഒരു വിദേശ വനിത കേരളത്തിൽ വന്നാൽ തുറിച്ചു നോക്കുന്ന എന്ന് നിൽക്കുന്ന. ആദ്യം സ്വദേശികളെ തുറിച്ചു നോക്കുന്ന നിർത്തട്ടെ, എന്നിട്ട് വേണ്ടേ? ഞാൻ ഇത്രയും നേരം നമ്മുടെ നാടിനെക്കുറിച്ച് നല്ലത് ആണ് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാം. എന്നെ ആ പഴയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകരുത് ഈ ചോദ്യം ചോദിച്ച്.
വേണ്ട വേണ്ടാന്ന് വെച്ച് ഞാനിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു ഇവിടെ. എന്നെ പ്രകോപിപ്പിക്കുകയാണ്, പറയിച്ച് അടങ്ങൂ അല്ലേ. നമുക്കറിയാം വേറെ വഴികളില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ സിവിക് സെൻസ് എന്ന് പറയുന്നത് തീർച്ചയായും കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി 1-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നേഴ്സറി ക്ലാസ് മുതൽ കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ പലപ്പോഴും പരിചയപ്പെടുന്ന ആളുകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അവിടെ ചെന്ന് നമുക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന കൂടുതലും. ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള നാട്ടിൽ മാന്യനെന്ന് കരുതുന്ന ഒരാൾ യൂറോപ്പിലൊക്കെ ചെന്നിട്ട് അങ്ങും ഇങ്ങും നോക്കിയിട്ട് കാണിക്കുന്ന തോന്നിയാസങ്ങൾ ചെറുതൊന്നുമല്ല. അല്ലെങ്കിൽ കാനഡയിൽ ചെന്ന് നമ്മുടെ ആളുകൾ ചെറുപ്പക്കാർ ചെന്നിട്ട് അവിടുത്തെ ആ സംവിധാനത്തെയൊക്കെ പ്രശ്നത്തിലാക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സ്വഭാവമുള്ളവനായി മാറിയെങ്കിൽ അവനെ രൂപപ്പെടുത്തിയ സംവിധാനത്തിൻ്റെ കുഴപ്പമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പം നമുക്കറിയാം എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്, അത് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയുണ്ട്. അത് ബാല്യം മുതൽ നിങ്ങളെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം, കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം ചേർന്നുണ്ടായതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ മാറ്റണമെങ്കിൽ ഉത്തമമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. അത് എന്നു മുതലെന്ന് ചോദിച്ചാൽ ഇന്നു മുതലെങ്കിലും അത് തുടങ്ങണം. ആ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം വേദികളിലും അല്ലെ സഫാരിയിലെ പല പരിപാടികളിലൂടെ, സഞ്ചാരത്തിലൂടെ, സഞ്ചാരിയുടെ എയർ ഗ്രൂപ്പിലൂടെ എന്നെപ്പോലുള്ള ആളുകളും ഒക്കെ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഞാനത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ വന്നു. ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആ കുട്ടി അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് അവിടെ എടുക്കാൻ വെച്ചിട്ടുണ്ട്, എടുക്കുന്നു, കഴിക്കുന്നു. ഈ കുട്ടി സ്വമേധയാ 3-ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ചെന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈ സ്വീറ്റ്സിൻ്റെ കടലാസ് വാങ്ങിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാനിത് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് അവൻ ഇത് ഇവിടെ വന്നപ്പോൾ ചെയ്തതെന്നറിയാമോ? നിങ്ങളുടെ പരിപാടി കണ്ടിട്ട് അവൻ അത് വീട്ടിലൊരു ശീലമാക്കി, ഞങ്ങളുടെ വീട്ടിലിപ്പോൾ അങ്ങനെയാണ്. ഒരു 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ ബോധം ഉണ്ടായി തുടങ്ങിയെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരിൽ ആ ബോധം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വേണമെന്ന് ഇപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചില്ലേ, അത് നിങ്ങൾ ചെറുപ്പക്കാരനാണ്, നിങ്ങൾ വലിയൊരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ചെറിയൊരു പ്രചോദനം കൊടുത്താൽ, ഒരു ദിശാബോധം കൊടുത്താൽ കേരളം മാറും, ഇന്ത്യ മാറും, പുറത്തുള്ള പേരുദോഷവും മാറും. സർ നമസ്കാരം, എൻ്റെ പേര് അശ്വിനി എന്നാണ്, എറണാകുളത്ത് നിന്നാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ സർ? എറണാകുളത്ത് നിന്നുള്ള ആളുകളെ കുറിച്ച് ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ ചെന്ന് അത് പറയരുത്. പേടിക്കണ്ട, ഞാൻ അതിലും കൈയടിച്ചായിരുന്നു നന്നായിട്ട്. ഇവിടെ കോഴിക്കോടുകാർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു. അത് കുറേ വട്ടം പറയണുണ്ടായിരുന്നു, അത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഈസ് സർ, 2021 കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ റൈറ്റ്, അതിൽ എക്സ്പേർട്ട് പാനൽ സംതിങ് സർ ഒരു പാർട്ട് ടൈം ആയിട്ട് സാറിന് ഇൻവൈറ്റ് ചെയ്തിരുന്നില്ലേ? ആം ഐ കറക്റ്റ് സർ? യെസ്. ഓക്കെ സർ, പക്ഷെ അത് റെഫ്യൂസ് ചെയ്തു പിന്നീട്. ഞാൻ ഇപ്പോഴും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് മെമ്പറാണ്. ഓക്കെ, ടെമ്പററി ഒന്നുമല്ല, പക്ഷേ പാർട്ട് ടൈം മെമ്പറാണ്. ദാറ്റ് മീൻസ് മറ്റു ജോലി ചെയ്യുന്ന ആൾ. ബാക്കി ഉള്ള മെമ്പേഴ്സ് പലരും ഫുൾ ടൈം അവിടെ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ആവശ്യം അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, പ്രധാന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പോകുന്നു, അതിൽ പങ്കെടുക്കുന്നു. ഓക്കെ സർ, എൻ്റെ ക്വസ്റ്റ്യനും എറണാകുളത്തിനെ ബേസ് ചെയ്താണ്. ഞങ്ങളുടെ കൊച്ചി ഒന്ന് നന്നാക്കാനായിട്ട് സാറിന് ഞങ്ങൾ കൊച്ചിക്കാരെല്ലാവരും കൂടി ഞങ്ങളുടെ സ്വന്തം റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി യുവർ ഫസ്റ്റ് പ്രോജക്റ്റ് ഫോർ അസ്? എനിക്ക് ബാക്കി സ്വർഗമാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ഞാൻ ചെയ്യുക, ഞാൻ എൻ്റെ ഡിഗ്രി കാലം മുതൽ കുറേ കാലം കൊച്ചിയിൽ രാത്രിയിൽ പ്രിൻറ്റിങ്ങിന് വന്ന് താമസിക്കുമായിരുന്നു. രാത്രിയുടെ കൊച്ചിയെ നരക സമാനമാക്കുന്നത് കൊതുകാണ്. കൊതുകില്ലാത്ത ഒരു കൊച്ചി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. കൊതുക് കടിക്കാത്ത ഒരു കൊച്ചി. പിന്നെ കൊച്ചിൻ ഹനീഫ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, രണ്ടാമത്തെ കാര്യം, മണം വന്നു കൊച്ചി എത്തി. ആ മണം ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നോക്കും. ബാക്കിയൊക്കെ ചെയ്യാൻ കഴിയുന്ന കഴിവുള്ള മനുഷ്യർ ആ നാട്ടിലുണ്ട്. ഇതുവരെയുള്ള പോയ എല്ലാ സ്ഥലത്തെ അറിവ്, അവിടുത്തെ സ്ഥലങ്ങൾ, അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ, അങ്ങനത്തെ കാര്യമൊക്കെ അറിവിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ
ഏറ്റവും യൂത്തിലത്തെ ഒരു നിങ്ങളെ കണ്ടു, ഒരു ടൈം ട്രാവൽ ചെയ്തിട്ട്. അപ്പം അവരോട് താങ്കൾ എന്തായിരിക്കും പറയാ? നിങ്ങളുടെ ഒരു യൂത്ത് ഏറ്റവും ആദ്യത്തെ ട്രിപ്പിന് പോകുന്നതിന് മുമ്പേ അവരുടെ ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും പറയാ? ഞാൻ ആദ്യത്തെ യാത്ര പോകുമ്പോൾ ഉള്ളതിൽ നിന്ന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അതാണ് സത്യം. അന്നത്തെ യാത്രകളുടെ ഞാനതിനകത്ത് ഒരു മറുപടിയായിട്ട് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത്, അതായത് അന്ന് ചെയ്യുമ്പോൾ ഉള്ള അത്ര പിശുക്കിപ്പോൾ ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ സമാനമായ രീതിയിൽ അന്നത്തെ അതേ ശൈലിയിലാണ് പോകുന്നത്. അതിനകത്ത് ഒരു മാറ്റവും വരുത്തരുതെന്നും അന്ന് നീ അങ്ങനെ പണി തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിലിരിക്കുന്നതെന്നും പറഞ്ഞേനെ. അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഇത്ര ആളുകളുടെ മുമ്പിലിരിക്കാൻ നീ യോഗ്യനാകുമായിരുന്നില്ല. അതുകൊണ്ട് ചെയ്ത വഴി തെറ്റിപ്പോയിട്ടില്ല, അങ്ങനെ തന്നെ പൊക്കോളൂ എന്നായിരിക്കും ഞാൻ പറയുക. ഇവിടെ ഇപ്പം മാക്സിമം നോക്കിയാൽ ഒരു 2000-2005 വരെയുള്ള ഒരു കുട്ടികളേക്കും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷവും ഇപ്പം 18 വയസ്സ് 20 വയസ്സായ കുട്ടികളുണ്ട്. അവർ ഉദാഹരണത്തിന് ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം എൻ്റെ അനിയനോട് വെച്ച് നീ KLF-ന് വരുന്നു. അവൻ ചോദിച്ചത് എന്താ KLF? അത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നെല്ലാം പറഞ്ഞുതരാം. ഞാനില്ല അങ്ങോട്ട് വന്നു. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള കുട്ടികൾ വിചാരിക്കുന്ന സ്കൂളൊന്നും ആവശ്യമില്ല, ഇപ്പം എല്ലാം ChatGPT ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ തോട്ട്സ്. പക്ഷേ ഈ ലിറ്ററേച്ചറും ഈ പുസ്തകം വായിക്കുന്നതും ഒരുപാട് ഗുണങ്ങൾ ഇതെല്ലാം ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെക്ഷൻ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഇത് വരുന്നത്. ഇത്രയും ചോദ്യം ചോദിച്ചത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് 10 പേരെ മറ്റേ ചോദ്യം ചോദിച്ചിട്ടുള്ളൂന്ന് ഓർക്കണം, ഇത്ര ആളുകളിൽ. പിന്നെ പുതിയ തലമുറയിലെ അനിയൻ എന്താ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇതിന് തൊട്ടു മുമ്പ് ചോദ്യം ചോദിച്ച ഒരു പയ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ പ്രായം എത്രയെന്നറിയോ? രാവിലെ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ സുനിത വില്യംസിനെ ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളം കുടിപ്പിക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടു. അത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇനി ഇതിനിടയ്ക്കൂടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഈ മുകളിൽ കൂടെ തല കാണുന്നില്ലെന്നേ ഉള്ളൂ, ഈ കസേരയുടെ അടിയിലൊക്കെ പിള്ളേർ ഇരിപ്പുണ്ട്. ഒട്ടും പേടിക്കണ്ട, പ്രതീക്ഷ ഒട്ടും കുറയണ്ട. വായനയുടെ ലോകത്ത്, സാംസ്കാരിക ബോധത്തിൻ്റെ ലോകത്ത് പണ്ടുള്ളതുപോലെയോ അതിനേക്കാളോ മികച്ച കുട്ടികളുണ്ട്. സഞ്ചാരം കാണുന്നത് ഞാൻ പോലും ധരിച്ചിരുന്നത് കുറച്ച് പ്രായവും പക്വതയായ ആളുകളാണെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കടവിൽ വെളുപ്പിന് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി പുറത്തിറങ്ങുമ്പോൾ ഒരു 3 കുട്ടികൾ അവരുടെ പേരൻസിനെയും കൂട്ടി അവിടെ വന്നിരിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ രാവിലെ ഇത്ര നേരത്തെ? ഇല്ല സാർ, ഇവർ പിള്ളേർ ഇരുത്തുന്നില്ല വീട്ടിൽ. പിള്ളേർ 3 കുട്ടികൾ പേരൻസിനെയും കൂട്ടി ഞാനവിടെ വന്നിട്ടെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, പേരൻസ് കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്ന കഥയല്ല ഞാനീ പറഞ്ഞത്. അപ്പോൾ സഞ്ചാരം കാണുന്ന, സഫാരി പോലുള്ള ചാനൽ ആസ്വദിക്കുന്ന, ചിന്തിക്കുന്ന, വായിക്കുന്ന തലമുറയെ അന്യം നിന്ന് പോയിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയുന്നത് മുഴുവൻ ഡ്രോപ്പ് ഔട്ടുകളെയോ പ്രശ്നക്കാരെയോ കുറിച്ചാണ്. നല്ല പിള്ളേരെ കുറിച്ച് എന്നും അധികം നമ്മൾ ഇതിനകത്ത് കേൾക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട, പ്രതീക്ഷയുണ്ട്, എനിക്കേറെ പ്രതീക്ഷയുണ്ട്. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് സച്ച് എ ലവ്ലി സെഷൻ. നമുക്ക് കാളിയും അതുപോലെ തന്നെ ടായില്ലാത്ത മിഠായികളൊക്കെ തന്ന അശ്വതി ശ്രീകാന്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ, അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെയും പ്രിയപ്പെട്ട സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയെ ഞാൻ ക്ഷണിക്കുകയാണ്.